ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണത്തിന്റെ അളവിൽ ഇടിവ്, വെള്ളിയുടെ ഇറക്കുമതിയാകട്ടെ കുത്തനെ താഴേക്ക്. ഇതോടെ രാജ്യത്ത് സ്വർണത്തിന് ക്ഷാമമുണ്ടാകുമോ എന്ന ചർച്ചയും ശക്തമാവുകയാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണത്തിന്റെ അളവിൽ വൻ ഇടിവ്, വെള്ളിയുടെ ഇറക്കുമതിയാകട്ടെ കുത്തനെ താഴേക്കും. ഇതോടെ രാജ്യത്ത് സ്വർണത്തിന് ക്ഷാമമുണ്ടാകുമോ എന്ന ചർച്ചയാണ് ശക്തമാകുന്നത്. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജൂലൈയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 4.77% മാത്രമാണ് വർദ്ധിച്ചത്. ഏകദേശം $4.16 ബില്യൺ സ്വർണ്ണമാണ് രാജ്യത്തേക്ക് എത്തിയത്. എന്നാൽ വെള്ളിയുടെ കണക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. വെള്ളി ഇറക്കുമതി 66%-ലധികം ഇടിഞ്ഞ് $171.68 മില്യൺ. ഇതിനു പിന്നിൽ വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും പ്രധാന കാരണങ്ങളിലൊന്നു തന്നെയാണ്. അതേസമയം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ കണക്കെടുത്താൽ ചിത്രം വളരെ വ്യത്യസ്തമാണ്. ഈ കാലയളവിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 32%-ലധികം ഉയർന്ന് $15.17 ബില്യൺ എത്തി. അതേസമയം വെള്ളി ഇറക്കുമതി 50%-ലധികം കുറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നാണ്. ആഭരണ നിർമ്മാണ മേഖലയിലെ ആവശ്യകത നിറവേറ്റുന്നതിനാണ് വലിയൊരു ഭാഗം സ്വർണം ഇറക്കുമതി ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡാണ് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ വിതരണത്തിൽ മുന്നിലും, യുഎഇയും ദക്ഷിണാഫ്രിക്കയും തൊട്ടു പിന്നിലും. ഇറക്കുമതി തീരുവ ഉയർന്നതോടെ സർക്കാരിൻ്റെ വരുമാനത്തിലും വലിയ വർധനയുണ്ടായി. മെയ് 13 മുതൽ ഓഗസ്റ്റ് 2 വരെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് 10,463 കോടി രൂപ കസ്റ്റംസ് തീരുവയായി ലഭിച്ചുവെന്നാണ് കണക്ക്. അതിൽ ഏറ്റവും വലിയ വിഹിതം സ്വർണത്തിൽ നിന്നും. എന്നാൽ സ്വർണ്ണ ഇറക്കുമതി കുറയുന്നത് മാത്രം കൊണ്ട് രാജ്യത്ത് ഉടൻ സ്വർണ്ണക്ഷാമം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. വില, ഇറക്കുമതി തീരുവ, ആഭരണ മേഖലയിലെ ഡിമാൻഡ്, ആഗോള വിപണി തുടങ്ങി നിരവധി ഘടകങ്ങളാണ് ഇനി നിർണായകമായിട്ടുള്ളത്. പൊന്നിൻ്റെ വരവ് കുറയുമ്പോൾ വിലയിൽ ഇനി എന്ത് സംഭവിക്കും? സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ കണക്കുകൾ ആഭരണ വിപണിക്ക് നിർണായകമാകും. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.